യേശുവിന് മുമ്പിലും പിമ്പിലും നടന്നിരുന്ന ജനങ്ങൾ ആർത്തു വിളിച്ചു, ദാവീദിന്റെ പുത്രന് ഹോസാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഹോസാന. മത്തായി 21:9. ഓശാനയുടെ ആർപ്പുവിളികളോടെ ഈശോ ജെറുസലമിലേക്ക് പ്രവേശിക്കുന്നു. ഇതൊരു ചരിത്ര സംഭവം മാത്രമല്ല, ദൈവത്തിന്റെ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണവുമാണ്. എന്നാൽ ഈ സന്തോഷത്തിന്റെ പിന്നിൽ ഒരു ദുഃഖസത്യവും മറഞ്ഞിരിക്കുന്നു. ഓശാന എന്ന് വിളിച്ച ആൾക്കൂട്ടത്തിലെ പലരും പിന്നീട് ക്രൂശിക്കൂ എന്ന് ആർത്തു വിളിച്ചു. ആൾക്കൂട്ടത്തിൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്. അത് സ്ഥിരതയില്ലാത്തതും വേഗം മാറുന്നതുമാണ്. എന്നാൽ ഈശോയുടെ വഴി വ്യക്തമായിരുന്നു. ഇന്ന് നാം ജീവിക്കുന്ന കാലഘട്ടത്തിലും ആൾക്കൂട്ടത്തിൻ്റെ ശബ്ദം നമ്മുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. മരുഭൂമി നമ്മെ പഠിപ്പിക്കുന്നത് ആത്മീകവും ഭൗതികവുമായ ജീവിതത്തിൽ വ്യക്തിപരമായ നിലപാടുകൾ എടുക്കുക എന്നതാണ്. എല്ലാവരും മിണ്ടാതെ ആയാലും ഞാൻ ക്രിസ്തുവിനായി ഓശാന പാടുവാൻ തയ്യാറാണോ എന്ന് സ്വയം ചോദിക്കാം.